വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണല്ലേ. അപ്പോൾ ആ സ്ഥലത്തോടെ ഇങ്ങനെ പോയപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു പശുവിനെ അവിടെ തെങ്ങിൽ കെട്ടിയിട്ടിട്ടുണ്ട്, അപ്പുറത്ത് കൊക്കുണ്ട്, കണ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും തനി ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന സ്ഥലം. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ പച്ചക്കറിത്തോട്ടമാണ്. ഫ്രണ്ടിൻ്റെ അമ്മയും ഫ്രണ്ടും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ. ഫ്രണ്ട് ഇതിന് സുഹൃത്തിന് വലിയ പങ്കൊന്നുമില്ല, അമ്മയാണ് ഇതിൻ്റെ മെയിൻ ആള്. ഒത്തിരി പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മായ ഒരു ദിവസം വാ വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാൻ അങ്ങനെ പോയി വീഡിയോ എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രാമാന്തരീക്ഷം തുളുമ്പി നിൽക്കുന്നൊരു സ്ഥലം. ഇത് വെള്ളരി കൃഷിയാണ്. വെള്ളരി കൃഷി കാണാത്തവരും ഉണ്ടാവില്ലേ. വെള്ളരി കൃഷിയാണ്. അപ്പോൾ വെള്ളരിക്കൊക്കെ കായ്ച്ചതുകൊണ്ട് ഒരു ട്രിപ്പ് പറിച്ചു കഴിഞ്ഞായിരുന്നു. ഇത് ബോട്ടിൽ ഗാർഡ്, അത് ലോക്കി ചൊരയ്ക്ക എന്ന് പറയല്ലേ, നമ്മുടെ നാടൻ ചൊരയ്ക്കയാണിത്. കറി വെക്കാനും പിന്നെ തോരൻ വെക്കാനും ജ്യൂസ് അടിച്ച് കുടിക്കാനും ഒക്കെ നല്ലതാണെന്നാണ്. അപ്പോൾ അത് വീഡിയോ കാണിച്ച് തരുമ്പോൾ തന്നെ പറിക്കലും കഴിഞ്ഞു എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ. കാരണം അത് മായ കൊണ്ടുപോക്കുമെന്നും പറഞ്ഞിട്ട് വലിയത് രണ്ടെണ്ണം അതേ പറിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ വേണ്ട പറഞ്ഞതാണ്. പിന്നെ ഉള്ളതാണ് പയർ. വൻപയർ പാകി കിളിപ്പിച്ചതാണിത് കേട്ടോ. അപ്പം മറ്റേ പയറിനെക്കാട്ടും രുചിയും ഗുണവും ഇതിനാണ് കൂടുതൽ. വൻപയർ ആണ്, നാടൻ പയർ എന്നൊക്കെ പറയുന്നതാണ് ഇത്. മറ്റേത് നമ്മുടെ 18 മണിയൻ, അച്ചിങ്ങ പയർ, പച്ചപ്പയർ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ്. പക്ഷെ അതിനെക്കാട്ടും ഗുണവും രുചിയെല്ലാം കൂടുതൽ ഈ വൻപയർ പാകി പയറാക്കിയതിനാണ്. ഇത് കക്കിരിക്ക എന്ന് പറയും. അത് കുക്കുംബറില്ലേ, അതാണ്. അതിൻ്റെ നാടനാണ്. നല്ല മാംസം അല്ല, നല്ല ഇതാണ്. നല്ല തുടുത്ത വെള്ളരി കക്കിരിക്കയാണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഉണങ്ങിയതല്ല. പിന്നെ ഉള്ളത് ഈ കാണുന്ന ഇത് വെണ്ടയൊക്കെ പൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതിന് താലോലിക്ക എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അത് പണ്ടൊക്കെ പീച്ചിലിങ്ങാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ പീച്ചിലിങ്ങ 2 തരമുണ്ട്. കറി വെക്കുന്നത് കൊണ്ട്, ദേഹത്ത് തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇതെടുത്തിട്ട്. ഇതല്ല കേട്ടോ, ഇത് ഇവിടെ താലോലിക്ക എന്ന് പറയും. അത് നല്ല ടേസ്റ്റാണ്. ഓലം വെക്കാനും വറുത്തരച്ച് വെക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ആ സംഭവം, താലോലിക്ക. ഇത് കണ്ടിട്ടുണ്ടോ എല്ലാവരും? അവിടെ നോക്കുമ്പോൾ ഒരു സുന്ദരി അവിടെ ഒളിച്ചിരിക്കുന്നു. നമ്മുടെ മത്തങ്ങ കണ്ടോ? ആ മത്തങ്ങേനെ ഒന്ന് എടുത്തു. അങ്ങനെ എല്ലാ തരം കൃഷിയും ആ അമ്മ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. ലോക്കി, അതായത് ചൊരയ്ക്ക അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇതും ഒരു കക്കിരിക്കയാണ്. അതിൻ്റെ വിത്തിനിട്ടിരിക്കുന്നതാണ് കണ്ടോ. അത് കക്കിരിക്ക, നാടൻ കക്കിരി എന്ന് പറയും. അത് നാടൻ കുക്കുംബറാണ്. പിന്നെ കണ്ടോ കുമ്പളം, അതങ്ങനെ നമ്മുടെ വാഴയിലോട്ട് പടർന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ കുമ്പളത്തിനെ നോക്കി പോകുമ്പോഴാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു കുമ്പളപ്പൂവിനുള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പുറകെ പോയി ശരണരം കണ്ടോ. വലിയ ഒരു വണ്ട് വന്നിട്ട് അതിനെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പം ഞാൻ ആ വണ്ടിനെ നോക്കണ്ടേ എന്നോർത്ത് കണ്ടോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ജീവികൾക്കൊക്കെ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ അപ്പം മനസ്സിലാവും തോന്നും കേട്ടോ. അവരപ്പം തന്നെ മുങ്ങും. അതാ ആ ചേട്ടൻ തേൻ കുടിക്കുന്നുണ്ടോ, തേൻ കുടിച്ചതും സ്ഥലം വിട്ടു. പക്ഷെ എനിക്ക് കണ്ടപ്പം ഭയങ്കര ഒരു നോസ്റ്റാൾജിയ ഫീൽ. കാരണം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാം കണ്ടതല്ലേ. ഇത് അച്ചിങ്ങാപ്പയർ എന്ന് ഞാൻ പറയും, 18 മണിയൻ എന്ന് പറയും, പച്ചപ്പയർ എന്ന് പറയും. അതാണ്. ഇവിടെ പച്ചച്ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്, രണ്ടും ഉണ്ട്. പിന്നെ ഈ ചീരകളുടെയൊക്കെ ഇടയിൽ കൂടെ നിറയെ പുല്ല് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ കളയാതെ തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ആവരണം പോലെ, ഇതിനൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കള പറിച്ച് കളയാതെ അതിൻ്റെ ചുവട്ടിൽ തന്നെ നിർത്തിയിരിക്കുക. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരാളിത് ക്യാറ്റ് വാക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടോ. എന്നാൽ പിന്നെ ഒന്ന് പുറകെ പോയിട്ട് ക്യാറ്റ് വാക്കിനെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷൂട്ടിംഗ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒന്ന് മനസ്സുകൊണ്ട് കുട്ടിക്കാലത്തേക്ക് ഒന്ന് ഓടിപ്പോയിട്ട് തിരിച്ചു വന്നു. പണ്ട് കണ്ടത്തിലൊക്കെ പോകുമ്പോഴിങ്ങനെ കൊക്കിനെ കാണും, അതിനെ ഓടിക്കും. പിന്നെ കാക്കയെ കണ്ടാൽ അതിനെ ഓടിക്കും. കൊക്കിൻ്റെ പുറകെ ഇങ്ങനെ പോകുമായിരുന്നു. നടത്തം കാണാൻ നല്ല രസം, അല്ലെങ്കിൽ താന്നും പൊങ്ങിയും നോക്കി നടക്കുന്നതാണ്. അപ്പം അതിൻ്റെ പുറകെ പോയി. പിന്നെ ഇത് ഇളവൻ എന്ന് പറയും, ഓലനൊക്കെ എടുക്കുന്നതാണ്. അപ്പം ഞാൻ ഇളവൻ്റെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ അവിടെയും വന്നു ആ കൊക്ക് കണ്ടോ. അത് എന്നെ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് അത് വന്നു. ഇളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുമ്പളങ്ങ, മറ്റേത് ഇളവൻ, അതായത് ഓലനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ മറ്റ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. അവിയൽ ഇതിനൊക്കെ പറ്റുന്നതാണ് കുമ്പളമാണ് ഇത്. ഇവിടെ പറയും നരയൻ കുമ്പളം എന്ന് പറയും. അതാ അവനങ്ങ് പറന്നുപോയി. വേറെ ഒരുത്തനും കൂടെ ഇവിടെ ഉണ്ട്. വെണ്ടയ്ക്ക ഉണ്ടോ. 2 തരം കുമ്പളമാണ് ഇപ്പം പറഞ്ഞത്.
ഒന്ന് നരയും കുമ്പളും, ഒന്ന് ഇളവൻ. ഇളവനാണ് ഈ ഞങ്ങളെ പച്ചടിക്ക് ഓലിനൊക്കെ എടുക്കുന്നത്. പിന്നെ നരയും കുമ്പളും നമ്മൾ പുളിശ്ശേരി കാച്ചാനോ അവിയലിടാൻ അങ്ങനെ വലിയ വലിയ കറികൾക്കൊക്കെ എടുക്കുന്നത്. വെള്ളരിക്കയുണ്ടോ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്ന കാണുമ്പോൾ ഒരു കൊതിയാകുന്നില്ലേ? ഇതെന്നാ അറിയോ, തണ്ണിമത്തനാണ് കേട്ടോ, വാട്ടർമെലൻ. ഞാൻ ആദ്യമായിട്ട് കാണുക അത് കായ്ച്ചു കിടക്കുന്നത്. അത് പക്ഷെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ആ ചെടിയും വാട്ടർമെലനും ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നോർത്തുകൊണ്ട് അതിനെയും പിടിച്ചു. എന്നിട്ട് എന്നോട് അമ്മ പറഞ്ഞിട്ടെന്നറിയോ, ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ വന്നാൽ മതി, അപ്പോഴത്തേനും അതിനെ വലുതായിട്ട് കാണാം, വീഡിയോ എടുക്കാം, പറിക്കാം എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും എന്തും കൊടുക്കാൻ 100 മനസ്സ് ആ അമ്മയ്ക്ക്. ഇത് കുമ്പളങ്ങ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇളവനാണ്. ഇപ്പം നേരത്തെ കണ്ട മത്തങ്ങ കണ്ടോ, 2 തരം മത്തൻ ഒരു വള്ളിയിൽ. അതൊരു അത്ഭുതമായിരുന്നു കേട്ടോ. ഇത് നരയും കുമ്പളം, രണ്ടും കൂടെ മനസ്സിലായില്ലേ? മറ്റേത് ഇളവൻ കുമ്പളം, ഇത് നരയും കുമ്പളം. ഇതിൻ്റെ പുറത്ത് പച്ച കളറാണ്, അതിൻ്റെ പുറത്ത് ചാരം. ഈ ഓലി, അതായത് ഈ കുഞ്ഞി കിണർ കണ്ടോ, അവിടെ നിന്നാണ് ഈ വെള്ളം കോരിയിട്ട് ഈ ചെടികൾക്ക് മൊത്തം ഒഴിക്കുന്നത്. ഈ അച്ഛനും അമ്മയും കൂടിയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി സഹായിക്കുന്നു പറഞ്ഞു കേട്ടോ, അറിയത്തില്ല കൂടുതൽ. എന്നാലും എല്ലാവർക്കും കൊടുക്കാനും നമ്മളൊരു മനസ്സ്, അതല്ലേ വലുത്. ഇപ്പം ഞാൻ വെച്ചു വെള്ളരിക്ക പറിക്കാൻ എനിക്കൊരു നൊസ്റ്റാൾജിയ. അതെ, നമുക്കിത് കാണുമ്പോൾ ഒന്ന് പറിച്ച് നോക്കാം. ഇതൊന്നും കൃഷിയൊന്നും ചെയ്യാത്തവരായതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു കൊതി വരുന്നത്. അപ്പോൾ അതും പറിച്ചു. കൊയ്ത്ത് കഴിഞ്ഞ പാടമാണിത് കേട്ടോ, കണ്ടം കിടക്കുന്നുണ്ടോ, കൊയ്ത്ത് കഴിഞ്ഞതാണ്. നല്ല ഭംഗിയില്ലേ? നമ്മൾ അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ഭയങ്കര രസം തോന്നും അല്ലേ? കാറ്റും കാഴ്ചകളും എല്ലാം ആയിട്ട്. ഇത് നമുക്ക് സാലഡ് വെള്ളരിയായിട്ട് കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന. എന്നാൽ അതിൻ്റെ എണ്ണം പൊട്ടിച്ചു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, ഊരാളി മത്തങ്ങാന്ന് കേട്ടിട്ടില്ലേ? നീളമുള്ള മത്തങ്ങ. ഇവിടെ എന്താ പറയുക, ഓട്ടു മത്തങ്ങാന്നോ അങ്ങനെ മറ്റാണ് പറഞ്ഞത്. പക്ഷേ ഇത് നമ്മളെ അങ്ങോട്ടൊക്കെ ഊരാളി മത്തങ്ങാന്ന് പറയും, നീളമുള്ള മത്തങ്ങ. അതും കണ്ടു. പിന്നെ എന്താണുള്ളത്, പിന്നെ ഉള്ളത് ഉഴുന്ന് കൃഷിയാണ്. പക്ഷെ അങ്ങോട്ട് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല, വെയിലങ്ങ് തിളക്കിയാണ്. ഇപ്പം തന്നെ തലവേദന എടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ക്യാമറയും കൊണ്ട് ഓടി നടക്കുന്നത്. ഇത് മുഴുവൻ എനിക്ക് തരാൻ വേണ്ടി പറിച്ചു വെച്ചതാണ്. അമ്മയും മോളും കൂടി പറിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ. താലോലിക്കയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പയറുണ്ട്, വെള്ളരിയുണ്ട്, പാവയ്ക്കയുണ്ട്, എല്ലാം ലോക്കി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അവിടുന്ന് എങ്ങനെ വരുമ്പോൾ ആ കണ്ടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നു ഒരു സുന്ദരി കുട്ടി. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പൂ പറിക്കാതിരിക്കാൻ പറ്റുമോ? ആ പൂ അങ്ങനെ ചെത്തിപ്പൂ, കാട്ടുചെത്തി എന്ന് പറയും, മരുന്ന് ചെത്തി എന്ന് പറയും. അതും പറിച്ചു. അതിൻ്റെ 2 കമ്പും അവിടുന്ന് ഒടിച്ചു. നമുക്ക് നോക്കാം, നമ്മുടെ പറമ്പിൽ ഉണ്ടാവുമോ നോക്കണ്ടേ, കാട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ നോക്കട്ടെ. അതും പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ ഉള്ളത് ഈ കണ്ടം, ഇത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല, അത്രയും വെയിലാണ്. ഇത് ഉഴുന്ന് കൃഷിയാണ്. അപ്പോൾ അച്ഛൻ ആദ്യം രാവിലെ പോയി പറിച്ചു വെച്ചായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നതാണ്. ഇതാണ് ഉഴുന്ന്. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ രാവിലെ, അച്ഛനും അമ്മയും രാവിലെ കണ്ടെത്തി പോയി കൃഷിയൊക്കെ ചെയ്യും. ഈ ഉഴുന്ന് അങ്ങോട്ട് തൊലി കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ ഉഴുന്നായി. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കാഴ്ചകൾ. അത് പറഞ്ഞാൽ തനി നാട്ടിൻ പുറത്തെ കാഴ്ചകൾ. ഗ്രാമീണ ഭംഗിയുടെ നറുനിലാവ് തുള്ളിത്തുളുമ്പുന്ന ഒരു ഗ്രാമം. തോട് കണ്ടോ, ആ തോട്ടിൽ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്, പരലൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ പണ്ട് തോർത്തിൽ മീൻ പിടിക്കത്തില്ലായിരുന്നോ? കുളിക്കാനൊക്കെ പോകുമ്പോൾ തോട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ പിടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കാണല്ലേ എന്ന് പറഞ്ഞ് തൊട്ടാവാടി നിൽപ്പുണ്ട്. തൊട്ടാവാടിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒന്ന് ക്യാമറയിൽ വരണമെന്ന്. തൊട്ടാവാടിയേയും ഒന്ന് പിടിച്ചു. വെള്ളം കണ്ടോ? ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പം നമ്മൾ മനസ്സുകൊണ്ട് ഒറ്റ ഓട്ടം ഓടുകയല്ലേ കുട്ടിക്കാലത്തേക്ക്. ഞാൻ സത്യമായിട്ട് ഓടി കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് തന്നുവിട്ട പച്ചക്കറികൾ. ഇത് കണ്ടോ, ഇത് പോരാ, ഇനി അപ്പുറത്തും ഉണ്ട്, കുറേ ഉണ്ട്. ഇത് കൊണ്ടുപോക്കുമെന്നും പറഞ്ഞ് നിർബന്ധമായിട്ടും തന്നു വിട്ടതാണ്. ഇത് ഞാനിപ്പോൾ 1 മാസം കഴിച്ചാലും തീരത്തില്ല, ഇതെന്നാലും തന്നു വിട്ടു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനും അമ്മയും കൂടെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ആ അച്ഛനും അമ്മയ്ക്കും എല്ലാ ആയുസ്, ആരോഗ്യം, എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കാലുകൾക്ക് ശക്തിയും കൈകൾക്ക് ബലവും മനസ്സിന് നല്ല മനസ്സ്. അതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും കൈകൂപ്പി നന്ദി പറയുകയാണ്. ഇതെല്ലാം എനിക്ക് തന്നു വിട്ടത് കൊണ്ടല്ല, എല്ലാവർക്കും എന്തും കൊടുക്കാൻ മനസ്സാണ് അവർക്ക്. അത് വേണം ആലോചിക്കാൻ. ഇന്നത്തെ കാലത്ത് കിട്ടാത്തൊരു കാര്യം. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷം. പിന്നെ ഭയങ്കര വെയിലായിരുന്നു. ഞാൻ ക്യാമറയും കൊണ്ട് ഓടി നടക്കരുത്, അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
എന്നാലും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.